അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിവസം രാത്രിയിൽ 1000 റക്അത്ത് നിസ്കരിച്ച് ഓരോ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സ്വപ്നം കാണാൻ കഴിയുമോ? പ്രവർത്തിക്കാൻ കഴിയുമോ എന്നല്ല ചോദിക്കുന്നത്. നമ്മുടെ സ്വപ്നത്തിൽ അത് നമുക്ക് കാണാൻ കഴിയുമോ? അതെനിക്ക് സ്വപ്നം കാണാൻ വരെ കഴിയൂല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രവർത്തനമായിട്ടാണ് തോന്നുക. 1000 റക്അത്ത് ഒരു രാത്രിയിൽ, അതും ഓരോ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു സൂറത്ത്, ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുക. അതിനെത്ര കൂലി ഉണ്ടാകും? എത്ര വലിയ പവർ ഉണ്ടാകും? എന്നാൽ ആ ഒരു പവർ കിട്ടണമെങ്കിൽ, ആ ഒരു കൂലി കിട്ടണമെങ്കിൽ നബിതങ്ങളെ മേലിൽ ഒരു 1000 സ്വലാത്ത് രാത്രി ചെല്ലിയാൽ മതി എന്ന് കേൾക്കുമ്പോഴോ വല്ലാത്തൊരു അത്ഭുതമല്ലേ. ഇമാം സഖാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖൗലുൽ ബദീ എന്ന് പറയുന്ന കിതാബിൽ ഒരു ചെറിയൊരു കുഞ്ഞു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു സംഭവം അതിൽ വളരെ വ്യക്തമായി കൊണ്ട് ഇത് പറയുന്നുണ്ട് 259-ാമത്തെ പേജിൽ. അതായത് അബുൽ ഹസൻ അൽ ബഗ്ദാദി ദാരിമി റളിയല്ലാഹു അൻഹു വലിയ മഹാനവറുകൾ പറയാണ്, മഹാനവറുകൾ അബാ അബ്ദുല്ലാഹി ഇബ്നു ഹാമിദുൽ ബൻവാഹിൻ നസീബി റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നം കണ്ടൊരു കഥയാണ് പറയുന്നത്. അതായത് അബു അബ്ദുല്ലാഹി ഇബ്നു ഹാമിദ് എന്നിവർ വഫാത്തായപ്പോൾ ഈ പറയുന്ന ബഗ്ദാദു ദാരിമി എന്നിവർ സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോൾ മിറാറൻ പല പ്രാവശ്യം സ്വപ്നം കണ്ടു എന്ന് ഈ ദാരിമി എന്നിവർ, ഈ അബു അബ്ദുല്ല എന്നിവരെ. അപ്പോൾ ബഗ്ദാദി ദാരിമി എന്നിവർ ചോദിച്ചു, ഈ പറയുന്ന അബു അബ്ദുല്ല എന്നിവരോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, നിങ്ങൾക്ക് അല്ലാഹു തആല എന്തേ ചെയ്തെന്നത്? നിങ്ങൾക്ക് അല്ലാഹു തആല എന്തേ ചെയ്തെന്നത്? ഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അബു അബ്ദുല്ല എന്നിവർ പറയാണ്, വഫറലി വറഹിമനി, എനിക്ക് അല്ലാഹു തആല പുറത്തു എന്നൊന്ന് മാത്രമല്ല, എന്നോട് അല്ലാഹു തആല വലിയ കൃപ കാട്ടിയിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് അല്ലാഹു തആല എൻ്റെ സ്വർഗവും തന്നു എന്നുള്ളിടത്തേക്കാണ്. അപ്പോൾ അന്നഹു സഅലഹു അൻ അമലിൻ യദ്ഖുലുഹു ബിൽ ജന്നത്ത, ദാരിമി എന്നിവർ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ മാത്രം എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തത്? പുറത്തും തന്നു, സ്വർഗം കിട്ടി, എന്ത് പ്രവർത്തനമാണ് നിങ്ങളത് ഭൂമിയിൽ? ഫഖാല, അപ്പോൾ അബു അബ്ദുല്ല എന്നിവർ പറയാണ്, സ്വല്ലി അൽഫ റക്അത്തിൻ തഖറഉ ഫീ കുല്ലി റക്അത്തിൻ അൽഫ മറ ഖുൽ ഹുവല്ലാഹു അഹദ്. 1000 റക്അത്ത് കരിച്ചോളി, ഓരോ റക്അത്തിനും ഖുൽ ഹുവല്ലാഹു ഓതിക്കോളി. അതന്നെ, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്നാൽ അല്ലാഹു തആല പുറത്തു തരും, സ്വർഗം തരും എന്ന് പറഞ്ഞു. അന്നഹു കാല, ദാരിമി എന്നവർ പറഞ്ഞു, ലാ അത്തീഖു ദാലിക, എന്നെ കൊണ്ട് അതിന് കഴിയൂലല്ലോ. ഈ 1000 റക്അത്തൊക്കെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെ കൊണ്ട് കഴിയില്ല, കൂട്ടിയാൽ കൂടൂല എന്ന് പറഞ്ഞ് ഓറ് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താ നമ്മളൊക്കെ ചെയ്യുക? അപ്പോൾ കൂട്ടിയാൽ കൂടൂല പറഞ്ഞപ്പോൾ എന്നാ കഴിയൂല. ഫഖാല ലഹു, എന്നാ പറഞ്ഞു, ഫസല്ലി അലാ മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫ മറ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും 1000 സലാത്ത് മുത്തുനബിൻ്റെ മേലിൽ അങ്ങോട്ട് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞ്. ദാരിമി എന്നിവർ പറയാണ്, അന്നഹു യഫ്അലു ദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ഞാൻ 1000 സലാത്തല്ല 2 നബി ഞങ്ങളുടെ മേലിൽ. വലിയ കിട്ടലാണ്. അതേ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് എല്ലാ ദിവസവും പറ്റൂലെങ്കിൽ ഒരു രാത്രിയിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക? 1000 സലാത്ത് എല്ലിക്കുക. ഷാബാൻ മാസത്തിൽ മൊത്തമായിക്കൊണ്ട് 1000 സലാത്ത് എല്ലി കിട്ടിയാൽ വലിയ കിട്ടലാണ് എന്ന് ഗസാലി റളിയല്ലാഹു അൻഹു സുൽബത്തുൽ ആരിഫീനിലൊക്കെ പറയുന്നുണ്ട്. അതിന് നേട്ടങ്ങളും ഗുണങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ഒരു രാത്രിയിൽ 1000 സലാത്ത് ചെല്ലുകയാണെങ്കിൽ 1000 റക്അത്ത് ഖുൽ ഹുവല്ലാഹു ഓതി നിസ്കരിച്ച സ്ഥാനത്താണെന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ചെല്ലാൻ പറ്റുമോ നോക്കുക. 1000 സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ സലാത്താണ്. 1000 വട്ടം ചെല്ലുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് നിഷ്പ്രയാസം ചൊല്ലി തീർക്കാൻ പറ്റും. ഒരട്ടെങ്കിലും എല്ലാ ദിവസവും ചെല്ലണമെന്നാ പറയുന്നത്. ഏതായാലും അതിനോടൊന്ന് യോജിക്കുക എന്നുള്ള പ്രവർത്തനത്തിൽ അല്ലാഹു തആല കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അലം ബിസ്സവാബ്.